നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഡെവറി ആവശ്യപ്പെട്ട്, സ്ത്രീധനം ആവശ്യപ്പെട്ട് യുവതിനെ മർദ്ദിച്ചു, കൊല്ലാൻ പോയി എന്നുള്ളൊരു ന്യൂസ് നമ്മൾ കണ്ടതാണ്. നമ്മുടെ കോഴിക്കോട് പന്തീരങ്കാവ് എന്ന സ്ഥലത്ത് ഈ ഒരു യുവതി കല്യാണം കഴിച്ച 5 ദിവസം കൊണ്ട്, 5ാമത്തെ ദിവസം അല്ലെങ്കിൽ കല്യാണം കഴിച്ച് പോയതിന്റെ പിറ്റേ ദിവസം തൊട്ട് മർദ്ദനം. എന്തിന്? സ്ത്രീധനം ചോദിച്ചിട്ട് പോരാ, ഇനിയും വേണം, ഇതൊന്നും അല്ല, ഞാൻ ഇത്രയാണ് പ്രതീക്ഷിച്ചെന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിനെ തല്ലി മർദ്ദിച്ച് അവശനിലാക്കിയിട്ട് ഇവരൊരു വിരുന്നിന് ഇരിക്കാൻ വരുമ്പോ ബന്ധുക്കൾ കണ്ടിട്ടാണ് ഇതെന്താണെന്ന് ചോദിക്കലും മുറിവുപാടുകളൊക്കെ ചോദിച്ചിട്ടും ഇതൊരു കേസായി മാറുന്നതും ഇത് 4 പേര് അറിയുന്നതും. അച്ഛനും കുടുംബക്കാരും എല്ലാം ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ന്യൂസ് വെളിയിൽ വന്നത്. ഇത് ന്യൂസ് വെളിയിൽ വരാത്ത എത്ര കുടുംബങ്ങൾ, എത്ര പെൺകുട്ടികൾ ഉണ്ടാവും എന്നുള്ള കാര്യം അറിയോ? അയ്യോ, നീ ഒരു കുടുംബമായിട്ട് ജീവിക്കുകയല്ലേ, ഒരു ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും, തമ്മിത്തല്ലും വഴക്കും ഇതെല്ലാം ഉണ്ടാവും, നീ ഒന്ന് ക്ഷമിക്കി എന്ന് പറഞ്ഞ് വിടുന്ന മാതാപിതാക്കളും ഉണ്ടാവും, ക്ഷമിച്ചു പോണ പെൺകുട്ടികളും ഉണ്ടാവും. പുറത്തു പോലും അറിയാത്ത ഇങ്ങനെയുള്ള വിഷയങ്ങള് പുറത്തു പോലും പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന പെൺകുട്ടികൾ. അവർക്കൊരു ഉദാഹരണമാണ് ഇങ്ങനെയുള്ളത്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്ത്രീധനത്തിന്റെ പേരിലോ അനാവശ്യമായ ഗാർഹിക പീഡനത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു തെറ്റായ ഒരു ഇത് നിങ്ങളുടെ ജീവിത പങ്കാളിന്റെ അടുത്ത് നിന്ന് ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അതിന്റെ നിയമ നടപടികൾക്ക് പോവാം, അല്ലെങ്കിൽ അടുത്തുള്ള പാരന്റ്സിന് വിവരം അറിയിക്കുക. പിടിച്ചു വെക്കാനും അല്ലെങ്കിൽ അയ്യോ എന്റെ ജീവിതം എന്താ, അങ്ങനെയൊന്നുമില്ല. ഒരു ജീവിതം തുടങ്ങി ശരിയാവില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടെന്ന് തോന്നി അത് ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ ജീവിതം അവസാനിച്ചു എന്നല്ല. അതാണ് ബിഗിനിങ് എന്നുള്ള കാര്യം. അത് ഒന്ന് വിചാരിച്ചാൽ കൊള്ളാം. കടിച്ചു പിടിച്ചും അവര് തൂങ്ങേണ്ട ഒരു കാര്യം അവിടെ ആവശ്യമില്ല. പിന്നെ സ്ത്രീധനം മേടിച്ച് അതിന്റെ പേരും പറഞ്ഞ് ഈ പറഞ്ഞ പെൺകുട്ടികളെയും മർദ്ദിക്കുന്ന പയ്യന്മാരോടൊന്നേ പറയാനുള്ളൂ, പണിയെടുത്ത് തിന്നൂടെ? വല്ല പെണ്ണും കൊണ്ടുവരുന്നത് വേണോ, അല്ലെങ്കിൽ പെണ്ണ് വീട്ടിൽ നിന്ന് കിട്ടുന്നതും കൊണ്ട് വേണോ, പിടിച്ചു പറിക്കുന്നതും കൊണ്ട് വേണോ ഇതിന്റെ വയറ് നിറയ്ക്കാൻ? നട്ടെല്ലിന് ഉറപ്പുന്നുണ്ടെങ്കിൽ നേരെ പണിയെടുക്കുക, കുടുംബം നോക്കുക, വൈഫിനുള്ള വേണ്ടത് എന്താണെന്ന് വെച്ച് കൊടുക്കുക, നീ എടുക്കുക, ഭക്ഷണം കഴിക്കുക, സന്തോഷമായി ജീവിക്കുക. അല്ലാതെ കേറി വരുന്ന പെണ്ണിന്റെ പോക്കറ്റിൽ കൈയിട്ടിട്ടല്ല നീയൊന്നും വയർ നിറയ്ക്കേണ്ടത്, നിന്റെ കുടുംബത്തിന് നോക്കേണ്ടതും. മറ്റുള്ള ആണുങ്ങൾക്ക് വരെ ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇങ്ങനെയുള്ള കുറെ മലരന്മാര് ചെയ്യുന്നത്. ആ വിസ്മയ കേസ്, നല്ല ഗവൺമെന്റ് ജോലി, RTO MVD ഉദ്യോഗസ്ഥനാണ്. അവരെന്തിന്റെ ഒരു ഇതാണുള്ളത്? എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. കൊടുത്ത കാറ് വേണ്ട, അവന് വേണ്ടത് ഹോണ്ട സിറ്റിയാണ് വേണ്ടത്. പരനാറിക്ക് ഹോണ്ട സിറ്റിയാണ് അവന് വേണ്ടത്. അതിന്റെ പേരും പറഞ്ഞ ആ കുട്ടിനെ തല്ലിച്ചതച്ച് സഹി കെട്ട ആ കുട്ടി ആത്മഹത്യ ചെയ്തു. പോയപ്പോ ആർക്ക് പോയി? പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് പോയി. പെൺകുട്ടികളുടെ വീട്ടുകാരൊരു കാര്യം ആലോചിക്കണം. ഈ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ആളിനെയാണോ, അല്ലെങ്കിൽ ആ വരുന്ന പയ്യന് ഇഷ്ടപ്പെട്ടോ? അതിലുപരി ആ വരുന്ന പയ്യന്റെ സ്വഭാവം, അവന്റെ ഫാമിലി ചോദിക്കുന്ന സ്ത്രീധനം ചോദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അവന്റെ ഒരു പെരുമാറ്റം നോക്കുക. അങ്ങനെ വല്ലതും ചോദിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും അതിലോട്ട് എന്തിനാ എടുത്ത് ചാടാൻ നിൽക്കുന്നത്? പേരന്റ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അയ്യോ ഞങ്ങൾ നിങ്ങൾക്കൊന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല, പെണ്ണ് തരാൻ ഉദ്ദേശിക്കും. ചിലപ്പോൾ അവനായിരിക്കും നല്ല രീതിയിൽ ആ കുട്ടിനെ നോക്കുന്നത്. ഇവര് ഗവൺമെന്റ് ജോലി, അല്ലെങ്കിൽ വിദേശത്ത് സെറ്റില്, ദുബായ്, അവിടെ ഇവിടെ ബിസിനസ്സുകാരൻ, ഇവരിനെയൊക്കെ തേടി പോയിട്ട് പിടിച്ചിട്ട് ആ കുട്ടിനെ എന്താ പറയുക അരിങ്കൊലയ്ക്ക് വിധേയാക്കുന്ന തരത്തിലുള്ള മാതാപിതാക്കന്മാരുള്ള നാടാണ് നമ്മുടെ കേരളം. എന്നാൽ കയറി വരുന്നവന്റെ ജോലി അല്ലെങ്കിൽ അവന്റെ ഒരു സ്വഭാവം, ഇതൊന്നും ജോലി എന്തോ ആയിക്കോട്ടെ, അവൻ കയറി ആ പെൺകുട്ടിനെ ജീവിതാവസാനം വരെ നോക്കാനുള്ള ഇതുണ്ടോ, അവൻ അതിനുള്ള സ്നേഹിക്കാനുള്ള മനസ്സുണ്ടോ എന്ന് മാത്രം ആലോചിച്ച് ഒരു പെൺകുട്ടിനെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ വരാൻ പോകുന്നത്? എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. ഈ വീട്ടുകാരുടെ ഈ ഒരു പിടിവാശിയാണ് ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ ദാരുണ അന്ത്യത്തിലോട്ട് അങ്ങനെ തള്ളിവിടുന്നത്. എന്തുകൊണ്ടറിയോ? എന്റെ മരുമകൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, അവിടെയാണ് ഇവിടെയാണ്, അല്ലെങ്കിൽ വലിയൊരു എയർലൈൻസിലാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ആ ഒരു ഇമേജ് പോലെയുള്ള സാധനം
അപ്പുറത്ത് ആ പെൺകുട്ടിക്ക് ഒരു സമാധാനം പോലും കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. ജോലി എന്തോ ആവട്ടെ, ഈ പറയുന്ന കുടുംബക്കാര് പെണ്ണാലോചിച്ച് വരുന്ന സമയത്തും കല്യാണം തീരുമാനിച്ചതിന് ശേഷവും ഈ കുടുംബക്കാര് വന്നിട്ട് എനിക്ക് ഇത്ര വേണം, ഇത്ര തരുവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞങ്ങളെ കൊണ്ട് ഇതേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോ ആ പറയുന്ന സെക്കൻഡിൽ അത് ഡ്രോപ്പ് ചെയ്യണം. ഇപ്പോഴും ഇത്രയും കാലം ഇത് മൊത്തം നമ്മൾ കണ്ട് വരികയാണ്. ഈ ഒരു സ്ത്രീധനവും അതിനുണ്ടാവുന്ന പ്രശ്നവും കാര്യങ്ങളും എല്ലാം വീണ്ടും 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 ഇതെല്ലാം കണ്ട് അതിലോട്ട് ചാടി കൊടുക്കണം ഈ മാതാപിതാക്കൾ. അതിനൊപ്പം നിൽക്കുന്ന ഇപ്പോൾ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാണ്. എന്നാൽ അങ്ങനെയുള്ളവരാണെങ്കിൽ വേണ്ട എന്നുള്ള കാര്യം അപ്പൊ മൗത്തടിച്ച പോലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഓപ്ഷൻ ഒന്നല്ല, ഒരാൾ മാത്രമല്ല, ഇഷ്ടം പോലെ ആൾക്കാർ കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണവരുണ്ട്. കല്യാണത്തിന് ഓപ്ഷൻ ഇഷ്ടം പോലെയാണ്, ഒരാളില്ലെങ്കിൽ വേറൊരാൾ എന്നുള്ളത്. അതാണ് അവസ്ഥ. ആ പെൺകുട്ടി പറയുന്ന ആ ഒരു കാര്യം കേട്ടത് നമ്മൾ നെട്ടിപ്പോയി. ആദ്യം ചെയ്തത് എന്നെ കരണത്ത് അടിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൈ മുഷ്ടി വെച്ചിട്ട് എൻ്റെ തലയുടെ ഇവിടെ ഏകദേശം ഒരു 3 കുത്തി കുത്തിയിട്ടുണ്ടാവും. പിന്നെ ബാക്കിൽ, പിന്നെ ഇവിടെ കുത്തി. ഇവിടെ നല്ല രീതിയിൽ മുഴച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഹോസ്പിറ്റലിൽ പോയി എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്താണ് ഇപ്പോൾ ഇത്തിരി കുറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മുടെ ചാർജറിൻ്റെ കേബിൾ എടുത്തിട്ട് എൻ്റെ കഴുത്തിൽ മുറുക്കി എന്നെ കൊല്ലാൻ ശ്രമിച്ചു. ആ സമയത്ത് പുള്ളി പറഞ്ഞത് കൊല്ലും തന്നെയാണ്, കൊല്ലും ഡി എന്നാണ് പറഞ്ഞത്. തിരിച്ച് കിട്ടാൻ വേണം, അല്ലെങ്കിൽ കൊല്ലും തന്നെയാണ് പറഞ്ഞത്. പിന്നെ കൈ വെച്ചിട്ട് ചുണ്ട് എന്നെ മലത്തിയിട്ട് നഖം വെച്ച് പ്രസ് ചെയ്തു. പിന്നെ നഖം വെച്ചിട്ട് കുരക്കിലും പ്രസ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓടാൻ ശ്രമിച്ചു. ഡോർ ആ സമയത്ത് ലോക്കായിരുന്നല്ലോ. ഓടാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ പുറകെ വന്ന് പുള്ളി പിടിക്കുകയാണ് ചെയ്ത്. പിടിച്ചിട്ട് എന്നെ അവിടെ മലത്തിൽ കിടത്തിയിട്ട് ബെൽറ്റ് വെച്ച് എൻ്റെ പുറയിൽ അടിക്കുകയാണ് ചെയ്തത്. ഇതാണ് അവസ്ഥ. എന്തോ ആ കുട്ടിക്ക് വലിയ രീതിയിൽ എന്താ പറയാ, നമ്മളാ പേടിക്കേണ്ട തരത്തിലുള്ള ആ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. തുടക്കത്തിൽ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അതിന്റെ നിയമ നടപടിയിലേക്ക് പോകുന്നുണ്ട്. എടോ, പണിയെടുത്ത് തിന്നാൻ പറ്റില്ലെങ്കിൽ വല്ല തെണ്ടി തിന്ന്. ആ പയ്യന്റെ അടുത്താ പറയാനുള്ളത്. പണിയെടുത്ത് തിന്നാൻ പറ്റില്ലെങ്കിൽ തെണ്ടി തിന്ന. അല്ലാതെ ഒരു പെണ്ണിന്റെ സ്ത്രീധനം മേടിച്ചിട്ടല്ല നിന്റെ വയറും പോക്കറ്റും കുടുംബക്കാരന്റെ ഒക്കെ വയറ് നിറയ്ക്കുന്നത്. എത്ര പേര് ഒന്നും വേണ്ട, ഇട്ട ഡ്രസ്സോടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോക്കാൻ കെൽപ്പുള്ള ആൺകുട്ടികളുണ്ട് കേരളത്തില്. ഇങ്ങനെയുള്ളവന്മാരാണ് അവരിന്റെ പേർക്കം വില കളയാൻ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള നാറികളുണ്ടല്ലോ, ഇവനെയൊക്കെ നിയമത്തിന്റെ അങ്ങേറ്റം കൊണ്ടുപോയിട്ട് അവനതിന്റെ ശിക്ഷ കൊടുക്കണം. എന്നാൽ ഇനി ഈ ഡവറി കാര്യങ്ങൾ, സ്ത്രീധനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നവനൊരു പേടി വരുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിങ്ങനെ തന്നെ തുടരുള്ളൂ. പക്ഷെ മലയാളി ജനത അത് എത്രത്തോളം എന്തൊക്കെ ന്യൂസ് കേട്ടാലും വീണ്ടും അതിലോട്ട് തന്നെ ചാടിക്കൊടുക്കും. പറയും ഞങ്ങൾക്ക് ഇത്രേ തരാൻ പറ്റുള്ളൂ. അപ്പൊ അവന്റെ മനസ്സിൽ ഇത്ര കിട്ടും. എന്തിനാണ് ആ ഒരു ഇത് വെച്ചു കൊടുക്കുന്നത്? സ്ത്രീധനത്തിന്റെ ഇതിൽ അവിടെ വെച്ച് ആ സംസാരം വന്നു കഴിഞ്ഞാൽ അപ്പൊ ഡ്രോപ്പ് ചെയ്യണം. അത് ഈ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ പെൺകുട്ടികളാണ്. സ്വർണത്തിന്റെയും കാശിന്റെയൊക്കെ അളവ് കുറയുമ്പോൾ സ്നേഹവും കുറഞ്ഞു വരും എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. ചുമ്മാ കയറി അങ്ങോട്ട് കഴുത്ത് നീട്ടി കൊടുക്കുക എളുപ്പമാണോ? സെറ്റിലാണ്, വെൽ സെറ്റിലാണ്, എന്നാണ് ഇപ്പൊ എനിക്ക് പേടിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് തനി നിറം കാണുമ്പോഴും ഒരു കയറിൽ തൂങ്ങുമ്പോഴും അന്നറിയും. അതുകൊണ്ട് ഒരാൾ വരുന്ന സമയത്ത് അവന്റെ ജോലി, അവന്റെ നിറം, അവന്റെ സമ്പാദ്യം, അവന്റെ പോക്കറ്റ് ഫുള്ളാണോ ഇതൊന്നും അല്ല നോക്കേണ്ടത്. വരാൻ വരുന്നവൻ എന്നെ നോക്കാൻ കെൽപ്പുള്ളവനാണോ, പണത്തോട് ആർത്തിയില്ലാത്തവനാണോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അങ്ങനെ ആലോചിച്ച് കഴുത്ത് നീട്ടി കൊടുക്കുന്നവര് എത്ര കാലം വേണമെങ്കിലും ജീവിക്കും. അതല്ല, നിങ്ങളെ ഒരു പണയ വസ്തുവായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അപ്പൊ അതിൻ്റെതായ ഇതേ കിട്ടുള്ളൂ. അത് മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. സ്വന്തം മകളിനെ അല്ലെങ്കിൽ ഒരാളിനെ അവിടെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് എന്റെ മകൾ അവിടെ സന്തോഷമായി ഇരിക്കണമെങ്കിൽ ആ കൂടെ നിൽക്കുന്ന പയ്യന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അവനിങ്ങനെ കാശിന്റെ പുറകെ പോകുന്നവനാണോ അല്ലയോ, അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഒരു പെണ്ണിന് കല്യാണം കഴിച്ച് കൊടുക്കാൻ. കൊടുത്തിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നവരുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ മെജോറിറ്റി സ്ത്രീധനത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് മെജോറിറ്റി ഉള്ളത്. ഞങ്ങൾക്ക് ഇത്ര തരാൻ പറ്റുള്ളൂ, ഇത്ര കൊടുത്തില്ലെങ്കിൽ എന്താ അവസ്ഥ? അവിടെ നാട്ടുകാരുടെ മുമ്പത്ത് പത്രാസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വാരിക്കോരി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവരിനെ പോലെ പോകുന്ന വാരിക്കോരി കൊടുക്കാന്നുള്ള ലെവലിലൊക്കെ ഒരളവിന് കൊടുക്കുക. അത് പെൺകുട്ടിന്റെ ഇഷ്ടപ്രകാരം എന്താ വേണ്ടത് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ഇഷ്ടപ്രകാരം കൊടുക്കുക. അല്ലാതെ പുരുഷന്റെ ഇഷ്ടപ്രകാരം അല്ല, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കാൻ വരുന്ന ചെക്കന്റെ ഇഷ്ടപ്രകാരം അല്ല ഒരു പെണ്ണിനെ അണിയിച്ചൊരുക്കേണ്ടത്. അത് ആദ്യം മനസ്സിലാക്കാനുള്ള ബോധം മാതാപിതാക്കൾക്ക് വേണം.
പിന്നെ ഈ പെൺകുട്ടികൾക്ക് ഇത്രയും പഠിച്ചിട്ടുള്ളതാണ്. സ്ത്രീധനത്തിന്റെ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അപ്പ ഡ്രോപ്പ് ചെയ്യേണ്ട കാര്യമായിരുന്നു അത്. എന്തോ വലിയൊരു അനിഷ്ട സംഭവങ്ങളും നടന്നിട്ടില്ല. ഇനിയെങ്കിലും പ്രബുദ്ധ ജനങ്ങളെ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഓരോരോ ജീവനും വിലപ്പെട്ടതാണ്. അതും വെറും സ്ത്രീധനത്തിന്റെ പേരിൽ ഇല്ലാതാക്കേണ്ട ഒന്നല്ല. അതുകൊണ്ട് ഒന്നിന് 100 വട്ടം ആലോചിച്ചിട്ട് മാത്രം മതി ഒരു പെൺകുട്ടിനെ ഒരു പുരുഷന്റെ അടുത്തോട്ട് പറഞ്ഞു വിടണമെങ്കിൽ. അവൻ ഏത് രീതിയിലുള്ളവനാണെന്നൊന്നും അറിയില്ല. പക്ഷെ അറിയുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ കുരുന്നിന്റെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാം ആലോചിച്ചിട്ട് വേണം. പണമല്ല വലുത്, ജീവനാണ്.